കൂത്തുപറമ്പ് രക്തസാക്ഷി പുഷ്പനെ ഓർമ്മിപ്പിക്കുന്ന വേദി കൂടിയായിരുന്നു നാടകം അരങ്ങേറിയ 11ാം വേദി. പുഷ്പനെ അറിയാമോ എന്ന പാട്ടിന്റെ രചയിതാവ് സവ്യസച്ചിയാണ് കണ്ണൂരിൽ നിന്നുള്ള നാടക സംഘത്തെ പരിശീലിപ്പിച്ചത്. കൂടുതൽ വിശേഷങ്ങളുമായി കണ്ണൂർ ടീം കൈരളിക്കൊപ്പം ചേരുന്നു. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. നാടകവേദിയിൽ എന്തുകൊണ്ടാണ് പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് പാടിയതെന്നുള്ള ചോദ്യം ഉണ്ടാവും. ഈ നാടകവേദിയിൽ ഈ പാട്ടുമായി ബന്ധപ്പെട്ട ചിലരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് രചിച്ച മാഷാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബാക്കി വിശേഷങ്ങൾ ഇനി മാഷ് തന്നെ പറയും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സവ്യസാജി. ജനലക്ഷങ്ങൾ സ്വീകരിച്ച അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പുഷ്പനെ അറിയാമെന്ന ഗാനം എഴുതിയ അതിന് രചനയും സംഗീതം നിർവഹിച്ച എളിയ സഖാവാണ്. അത് ആദ്യമായി സീഡിയിൽ പാടിയിരിക്കുന്നത് എൻ്റെ ഭാര്യ ഷിമിയാണ്. ഷിമിയെ കൂടാതെ റിനീഷ് പാറാട് രണ്ടുപേരും കൂടിയാണ് അതിൽ മെയിൽ വെയിൽ വേർഷൻ 2 വേർഷനുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് അത് ആദ്യം പാടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തോന്നി ഈ പാട്ടൊന്ന് കേട്ട് വരാൻ തോന്നും. ഒരു 2 വരി പാടാൻ കഴിയോ? ഉറപ്പായും. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. മയ്യഴിയാറ്റിനും അറിയാം, കനകമലക്കാറ്റിനും അറിയാം, മയ്യഴിയാറ്റിനും അറിയാം, കനകമലക്കാറ്റിനും അറിയാം. തണ്ടൊടിഞ്ഞിട്ടും പാടാതങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പന നീർപ്പൂവ്, അവനൊരു നാടിൻ തേങ്ങലാണീങ്ങലാണുയിരാണുശിരാണ്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. അപ്പോൾ ആ ഒരു ഉശിരൊക്കെ ഉണ്ടായിരുന്നു. ആ കണ്ണൂരിൻ്റെ ആ ഒരു ഉശിരൊക്കെ ഇപ്പോഴാണ് വന്നത്, ആ പുഷ്പനെ അറിയാമോ പാട്ടൊക്കെ പാടിയപ്പോഴേ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ മാഷിൻ്റെ കുട്ടികളാണ് നിൽക്കുന്നത് കുട്ടികളുടെ. അതെ, മകനുണ്ട്. മകനും എവിടെയാണ്? മകനും നാടകം ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള നാടകം ഇപ്പോൾ അതെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടാണ് മാഷിൻ്റെ മോൻ. മകൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. എന്തായാലും ഇനിയും അടുത്ത വർഷങ്ങളിൽ നാടകം ഉഷാറായി വരുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഇനിയും മാഷ് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുഷ്പനെ അറിയാമോ എന്നുള്ള അതേ ഊർജ്ജം, പുഷ്പനെയൊക്കെ നെഞ്ചേറ്റുന്ന നാടാണ് കണ്ണൂർ, നമുക്കറിയാം. കണ്ണൂരിൽ നിന്ന് ഇനിയും ഇതേ നാടകങ്ങളൊക്കെയും ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നാടകവേദിയിൽ നിന്നും ക്യാമറാമാൻ അഫ്സലിനൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.